ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് 2025 ജൂൺ 5 വ്യാഴാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത് കോവിഡ് കേസുകളാണ്. കാരണം നല്ല രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 7 മരണമാണ് കഴിഞ്ഞ 24 മണിക്കൂറിൻ്റെ ഇടയിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുവരെയായിട്ട് 4300 ഇൻഫെക്ഷൻസ് ആണ് മൊത്തത്തിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ നിന്നും കുറേ കേസുകളുണ്ട്. ഞാനത് സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യാത്തതാണ്. സോ എല്ലാവരും ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. എല്ലാ ന്യൂസ് ചാനലുകളും ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ പബ്ലിക് ഗ്യാതറിംഗ് ഒക്കെ വരുമ്പോൾ ഒന്ന് കെയർഫുൾ ആവുക. അതേപോലെ സെബിയുടെ ഒഫീഷ്യൽ ആണ് എന്ന് പറഞ്ഞ് ഫ്രോഡ് കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സെബി അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഒഫീഷ്യൽ ആണ് എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ വ്യക്തികളെ കോണ്ടാക്ട് ചെയ്തിട്ട് പണം തട്ടിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ന്യൂസിൽ എനിക്ക് വായിക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ള പരിപാടികൾ സെബി ഒഫീഷ്യൽസ് ആരെയും കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ രീതിയിൽ എന്താ പറയുക, ഫോൺ വിളിച്ചും വീഡിയോ കോൾ ചെയ്തിട്ടൊക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യില്ല. അത് അലേർട്ടായിട്ടിരിക്കണം. ഫ്രോഡ് കേസുകളാണ് സംഭവിക്കുന്നത്. ആരും പണം കൊടുക്കരുത് എന്ന രീതിയിൽ ഉള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ മൊബൈലിൽ SMS ആയിട്ട് ഇതെത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ 1,40,000 കോടി രൂപയുടെ IPOs ആണ് ഇപ്പോൾ നമുക്ക് ലിസ്റ്റിങ്ങിനായിട്ട് തയ്യാറായിട്ടുള്ളത്. വളരെ വലിയ ഒരു എമൗണ്ട് തന്നെയാണ്. 1,40,000 കോടി രൂപയുടെ IPOs. ഓരോ കമ്പനി, എനിക്ക് തോന്നുന്നു 6-ലധികം കമ്പനികൾ ഇതിന് ഓൾറെഡി അപ്രൂവൽ കിട്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട് ലിസ്റ്റിങ്ങിനായിട്ട്. സോ ഓരോന്നോരോന്നായിട്ട് മാർക്കറ്റിലെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ വേദാന്ത, ഗ്ലാൻഡ് ഫാർമ, യെസ് ബാങ്ക്, പവർ ഗ്രിഡ്, ബെല്ല്, ഇത്രയും കമ്പനികളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ടത്. അതേപോലെ ബാംഗ്ലൂരിൽ ഒരു ആൾക്കൂട്ടം ഉണ്ടായത്, അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റാമ്പേഡിൽ 11 പേര് മരിച്ചിട്ടുണ്ട്. RCBയുടെ IPL വിജയം ആഘോഷിക്കാൻ എത്തിയ ആൾക്കാരാണ്. ഒരു എന്താ പറയുക, ആ ഒരു മൈതാനത്ത് കൂടാൻ പറ്റുന്നതിൻ്റെ 3 ഇരട്ടി ആൾക്കാർ അവിടെ എത്തി എന്നുള്ളതാണ്. അതുമാത്രമല്ല, മതിലിൽ പിടിച്ച് കയറിയും പല രീതിയിൽ ഫെൻസ് തകർത്തിട്ടൊക്കെ ആൾക്കാർ അകത്ത് കയറി, അങ്ങനെ നിയന്ത്രണാതീതമായിട്ട് ആൾക്കാർ എന്താ പറയുക, ചവിട്ടിയും ഓടിയും ഒക്കെ പരസ്പരം കൊല്ലുക എന്ന് പറയുന്നത് മനഃപൂർവ്വമല്ല. ആ ആൾക്കൂട്ടത്തിൽ സംഭവിച്ചു. നിലത്ത് ഒരാൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഒരാൾ നിലത്ത് വീണ് കഴിഞ്ഞാൽ അയാളുടെ ദേഹത്തോടെ എല്ലാവരും നടന്നങ്ങ് പോവും, അല്ലെങ്കിൽ ഓടിപ്പോവും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഒരു സന്തോഷത്തിന് വേണ്ടി കൂടിയ ജനങ്ങളിൽ നിന്നും 11 പേരും മരിച്ചുപോയി എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, IPL വിജയത്തിൻ്റെ എല്ലാ ഭംഗിയും എല്ലാ മനോഹാരിതയും കെടുത്തുന്ന ഒരു സംഭവം കൂടി ആയിപ്പോയി ഇത് എന്നുള്ളതാണ്. എന്തായാലും മരിച്ചുപോയ എല്ലാവർക്കും ആദരാഞ്ജലികൾ നേരുന്നു. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസിനായിട്ട് ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അതിനകത്ത് ന്യൂസ് മാത്രമാണ് വരുന്നത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇന്ത്യൻ ന്യൂസിനാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ സ്വിംഗ് ട്രേഡ്, ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് അതിനുണ്ട്. അതേപോലെ മണി ഫ്ലോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ട്രൈ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കുക, അതിനകത്ത് ലിങ്കുകളെല്ലാം തന്നെ കിട്ടുന്നതാണ്. സോ പരമാവധി ഉപയോഗപ്പെടുത്തുക. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ എല്ലാം തന്നെ ഗ്രീനിലാണ്. യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ്റെ മാർക്കറ്റ് റെഡിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 24,736 ഇന്ന് ഓപ്പൺ ആയത് 755. ഏകദേശം 20 പോയിന്റ് ഗ്യാപ്പിലാണ് ഇന്ന് ഓപ്പൺ ആയത്. പക്ഷേ ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന് തിരിച്ച് നേരെ താഴോട്ട് വന്നിട്ടുണ്ട്. 25 പോയിന്റ് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 24,731 ഞാനത് റെക്കോർഡ് ചെയ്യുമ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ. എന്തായാലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇന്നലെയും ഇതേപോലെ തന്നെയായിരുന്നു. വലിയ മൊമെൻ്റ് ഒന്നും കിട്ടാതെ നമ്മൾ ക്ലോസ് ചെയ്യേണ്ടി വന്നു ഇന്നലെ. മൊത്തത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രേഡിങ്ങിൽ ലോസ് ആയിരുന്നു. നിങ്ങളുടെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം പ്രത്യേകിച്ച് മൂവ്മെൻറ്റ് ഇല്ലാതെ ഒരു എൻട്രി, നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു എൻട്രി സെറ്റപ്പ് റെഡിയാക്കി വരുമ്പോഴത്തേനും അത് എൻട്രിയൊക്കെ കിട്ടും, പക്ഷേ പിന്നീട് അത് സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്.
ദെൻ കമ്മോഡിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. $62.72 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട്. $3403 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ബിറ്റ് കോയിൻ ഇന്നലത്തേതിൽ നിന്നും കൂടിയിട്ടുണ്ട്. പക്ഷേ ഓൾ ടൈം ഹൈ 1,09,000 ആയിരുന്നു. ഇപ്പോൾ $1,5125 ട്രേഡിംഗ് നടക്കുന്നത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും നല്ല രീതിയിൽ സ്ലിപ്പായി പോയിട്ടുണ്ട്. 85.57 ആയിരുന്നു ഉണ്ടായിരുന്നത്. 85.91 ഒരു US$ന്റെ ഇന്നത്തെ വിനിമയ നിരക്ക്. ദെൻ ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ US എന്നുള്ള കുറേ ഡാറ്റയുണ്ട്. അപ്പോൾ ചലഞ്ചർ ജോബ് കട്ട്സ് ഇയർ ഓൺ ഇയർ, കണ്ടിന്യൂയിങ് ജോബ്ലെസ് ക്ലെയിംസ്, എക്സ്പോർട്സ്, ഇമ്പോർട്ട്സ്, ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് 4 വീക്ക് ആവറേജ്, നോൺ ഫാം പ്രൊഡക്ടിവിറ്റി, ട്രേഡ് ബാലൻസ്, യൂണിറ്റ് ലേബർ കോസ്റ്റ്, നാച്ചുറൽ ഗ്യാസ് സ്റ്റോറേജ്, അറ്റ്ലാന്റ ഫെഡ്, GDP നൗ, കാർ രജിസ്ട്രേഷൻ ഇയർ ഓൺ ഇയർ, S&P ഗ്ലോബൽ കൺസ്ട്രക്ഷൻ PMI. ഇത്രയും ഇവൻറ്റുകളാണ് US എന്നുള്ള ഇവൻറ്റുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്തായാലും ഇന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഇവൻറ്റുകൾ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒന്നും തന്നെ, നമുക്ക് പ്രധാനപ്പെട്ട കമ്പനികൾ എന്ന് പറയുന്നത് ഒന്നും തന്നെ ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതാനും കമ്പനികൾ ലിസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്നുള്ള ചാനലിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ലിസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു 5-6 കമ്പനികളുണ്ട് ഇന്നത്തത്. പക്ഷേ അത് എല്ലാം പെനി സ്റ്റോക്കുകളൊക്കെയാണ്. F&O ബാനിൽ വന്നിരിക്കുന്ന ABFRL, മണപ്പുറം 2 കമ്പനികളാണ് ഇന്ന് F&O ബാനിലുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1,076 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയിരിക്കുന്നത്. അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,566 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 3,643 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപമായിട്ട് എത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും ഗ്രീനിലാണ്. മീഡിയ, റിയാലിറ്റി ഈ 2 സെക്ടറുകൾ മാത്രമാണ് റെഡിൽ അവസാനിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാം തന്നെ നല്ല രീതിയിൽ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഹയസ്റ്റ് പെർഫോമൻസ് വന്നിരിക്കുന്നത് വലിയൊരു മൂവ്മെൻറ്റ് എന്ന് പറയാനില്ലെങ്കിലും IT ആണ് 0.33% മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ETF പോവുകയാണെങ്കിൽ എല്ലാ ETF-ലും ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇവിടെ ഗോൾഡ് ബീസ് ഇന്നലെ 0.59% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താ പറയുക, ബയേഴ്സ് മാത്രം ആക്റ്റീവായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ IRCON ഇന്റർനാഷണൽ, മനോജ് വൈഭവ്, നവ, പുരവങ്കര, ക്വിക്ക് ഹെൽത്ത് ടെക്, സിം ലാബ്, റെയിൽടെൽ, ഗോകുൽ അഗ്രോ, സ്വാൻ എനർജി, ക്യാൻ ബെയിൽ റീറ്റെയിൽ, ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ്. ഇനി സെല്ലേഴ്സ് മാത്രം ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ പരശുനാഥ്, രവീന്ദ്ര എനർജി, യൂറോടെക്സ്, NRB ഇൻഡസ്ട്രിയൽ, സൺഫാർമ, അഗ്രോഫോസ് ഇന്ത്യ, നാഗരിക ക്യാപ്പ്, നവ്കാർ അർബൻ, ജെറ്റ് ഫ്രൈറ്റ് ലോഗ്, ശിവ ടെക്സ്യാൻ, ഇത്രയും കമ്പനികൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ്. ഇതിനകത്ത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡാറ്റയാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഈ ഡാറ്റ ഉപയോഗിക്കേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഇഗ്നോർ ചെയ്ത് സ്കിപ്പ് ചെയ്ത് അങ്ങ് പോയാൽ മതി. കാരണം ഇത് മെയിൻലി സ്റ്റോക്ക് ട്രേഡിങ് ചെയ്യുന്ന, സ്വിംഗ് ട്രേഡൊക്കെ ചെയ്യുന്നവരാണ് ഈ ഡാറ്റ, അത്തരക്കാരുടെ ഒരു ആവശ്യപ്രകാരമാണ് ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ പരമാവധി അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റി 59 പോയിന്റ് മുന്നേറ്റത്തിൽ 24,620 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചയിൽ ഇതുവരെയായിട്ട് നിഫ്റ്റിക്ക് 49 പോയിന്റിൻ്റെ നഷ്ടമാണുള്ളത്. ഈ മാസത്തിലും അതേപോലെ തന്നെ 49 പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് എക്സ് ഒഴികെ ബാക്കിയെല്ലാം ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനി ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 0.68 ആണ്. ഒരു ബെയറിഷ് മോഡാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 25,500 2,05,000 ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതേപോലെ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് 24,000 1,31,000 ഇവിടെ പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത്. വിക്സ് 15.75 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻട്രാഡേ ട്രേഡിങ്ങിന് പറ്റിയൊരു വിക്സ് ആണ്. നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,620 ഇനി CPR-ലേക്ക് വരികയാണെങ്കിൽ 609, 598, 587 ഏകദേശം 18 പോയിന്റ് ഗ്യാപ്പിലാണ് CPR ഉള്ളത്. നാരോ ആണ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ റേഞ്ച് ചെറിയൊരു ഗ്യാപ്പിലാണുള്ളത്. അതേപോലെ നോട്ട് റേറ്റ് സോൺ, റാസ് ലെവൽസിൻ്റെ നോട്ട് റേറ്റ് സോണിലേക്ക് പോവുകയാണെങ്കിൽ 24,596, 581 15 പോയിന്റ് ഗ്യാപ്പിലാണ് റാസ് ലെവൽസിൻ്റെ നോട്ട് റേറ്റ് സോൺ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നോട്ട് റേറ്റ് സോൺ കംപ്ലീറ്റ് മൊത്തത്തിൽ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ 24,609 ഒരു ബ്രേക്ക്ഔട്ട് ലൈനും 581 ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരും. ഏകദേശം 28 പോയിന്റിൻ്റെ ഒരു നോട്ട് റേറ്റ് സോണാണ് നമുക്ക് വന്നിരിക്കുന്നത്. എന്തായാലും അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ നോട്ട് റേറ്റ് സോൺ, റാസ് ലെവൻസിൻ്റെ നോട്ട് റേറ്റ് സോണും CPR-ഉം
28 പോയിന്റിൻ്റെ ഉള്ളിൽ വന്നു എന്നുള്ളത് നമുക്ക് നല്ലൊരു ബ്രേക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവം തന്നെയാണ്. എന്തായാലും 24,609 കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 830 വരെ 221 പോയിന്റിന്റെ ഒരു മുന്നേറ്റം മുകളിലോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല 581 കട്ട് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ 411 വരെയും, അതായത് ഏകദേശം 170 പോയിന്റോളം താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ താഴോട്ട് പോകുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 24,500, 484, 516 എന്നുള്ള ആ ഒരു റേഞ്ചിനകത്ത് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എടുക്കും. മാർക്കറ്റ് ഒരു പുൾ ബാക്ക് എടുത്ത് വീണ്ടും ഇറങ്ങിപ്പോയി അത് അവിടെ കട്ട് ചെയ്യോ ഇല്ലയോ എന്നൊരു സംശയം ജനിപ്പിച്ചിട്ടായിരിക്കും മാർക്കറ്റ് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ പോവുക. പക്ഷേ 24,500 കട്ട് ചെയ്ത് താഴോട്ട് പോവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കുറേ ദിവസം 24,500 ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ 3-4 ദിവസമായിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നും ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നാളെ വെള്ളിയാഴ്ചയാണ്. ഇപ്പോൾ നാളത്തെ ഒരു ക്ലോസിംഗ് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് ബെയറിഷ് ആണോ ബുള്ളിഷ് ആണോ എന്ന്, അല്ലെങ്കിൽ സൈഡ് വൈസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. സോ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. സൈഡ് വൈസ് മാർക്കറ്റിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നാരോ ആയിട്ടുള്ള ഒരു നോ ട്രേഡ് സോൺ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നല്ല മൂവ്മെൻറ്റ് ചിലപ്പോൾ കിട്ടിയേക്കാം. എന്തായാലും കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. പ്രോഫിറ്റും ലോസൊക്കെ ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ്. പക്ഷേ ലോസ് ലിമിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തായാലും ഒരുപാട് ട്രേഡ് ചെയ്ത് ബ്രോക്കറെ കോടീശ്വരനാക്കാൻ ശ്രമിക്കരുത്. 2-3 ട്രേഡുകളിൽ ഒരു ദിവസം അവസാനിപ്പിക്കുക, കൂടുതൽ കൊണ്ടുപോകാതിരിക്കുക. കാരണം ബ്രോക്കറേജിനേക്കാൾ കൂടുതൽ കിട്ടുന്നതാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങളൊരു 10-20 ട്രേഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രോക്കറേജ് കഴിഞ്ഞ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ ബ്രോക്കർ കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. സോ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും പ്രോഫിറ്റബിളായ ഒരു ദിവസം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.